അതുകൊണ്ട് ചുരുങ്ങിയ സമയം 6 പേര് സംസാരിക്കണം. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം എടുത്ത് ചില പോയിന്റുകൾ മാത്രം പരാമർശിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം വിശദമായ സംസാരത്തിന് സമയം വളരെ വ്യക്തമായതുകൊണ്ട് സംസാരം നീണ്ടുപോകാതിരിക്കാനും ഒക്കെയായി ഞാൻ ഒരു ചെറിയ ചില നിരീക്ഷണങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കുന്നു. അതിൽ തന്നെ ടി.പി. ചന്ദ്രൻ്റെ എല്ലാ സിനിമകളെയും പരാമർശിച്ചു പോകാനുള്ള സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഓരോരുത്തരും പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ വ്യത്യസ്തമായ സിനിമകളെക്കുറിച്ച് ചിലപ്പോൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഒരു 2-3 സിനിമയെക്കുറിച്ചാണ് കൂടുതൽ പരാമർശിക്കുന്നത്. അത് ചുരുക്കത്തിലാണ് പറയുന്നത്. പൊന്തന്മാട, ഡാനി, സൂസന്ന, ഈ 3 സിനിമകളെയാണ് ഞാൻ സ്പർശിക്കുന്നത്. അതിന് ഞാൻ ചില പൊതു നിരീക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മലയാള സിനിമയിലെ ഒരു സമാന്തര ഭാവ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ആധുനികത നേടിക്കൊടുത്ത, അല്ലെങ്കിൽ ആ ജനസിൽപ്പെടുത്താവുന്ന ആ സഞ്ചാരപാതയിലെ വളരെ പ്രധാനപ്പെട്ട ചലച്ചിത്രകാരനാണ് ടി.പി. ചന്ദ്രൻ. അത് പലപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഫിലിം മേക്കേഴ്സാണ് അങ്ങനെ മലയാള സിനിമയുടെ ആധുനികതയെ നിർണ്ണയിച്ചത് എന്ന്. പക്ഷെ അവർ മാത്രമല്ല, അവർ തുടർന്ന വഴികളിൽ നിന്ന് അതിൻ്റെ ഒരു സത്തയെ ഉയർത്തിപ്പിടിക്കുകയും ഒപ്പം തന്നെ അവരിൽ നിന്ന് പുതറുകയും മലയാള സിനിമയിലെ അതുവരെയുള്ള ഭാഷാപ്രയോഗത്തെയും പ്രമേയ പരിസരത്തെയും അതിനെ ചിലപ്പോൾ തള്ളി മാറ്റുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വളരെ വിപ്ലവകരമായ ഒരു ആഖ്യാന രീതി ആണ്, തൻ്റെ സ്വന്തമായൊരു പാതയാണ് ടി.പി. ചന്ദ്രൻ തൻ്റെ സിനിമകളിലൂടെ മുമ്പോട്ട് വെച്ചത്. അതിപ്പോൾ ആദീശൻ്റെ അന്വേഷണമാണെങ്കിലും, ഹേമാവൻ കഥകളാണെങ്കിലും, പൊന്തന്മാടിയാണെങ്കിലും, ഡാനിയാണെങ്കിലും എല്ലാം ഏറെക്കുറെ വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അതിൻ്റെ എല്ലാ സിനിമകളും തന്നെ മലയാള സിനിമയിൽ അതുവരെ ഉപയോഗിക്കാത്ത ചില ആഖ്യാന രീതികളെ ഉപയോഗിച്ച് അങ്ങനെ പുതിയ ആഖ്യാന രീതി സ്വീകരിക്കുന്ന വഴി സിനിമയുടെ ഈ ലാവണ്യ ശാസ്ത്രത്തെ അതിനെയും പുതുക്കി പഠിക്കും. ചിലപ്പോൾ നമ്മുടെ യുക്തിബോധത്തെ, നമ്മുടെ യുക്തിയെ നിരാകരിക്കും. അതിനപ്പുറം ചില ബ്രഹ്മാത്മകതയുടെ ദൃശ്യങ്ങളെ കൂട്ടിക്കലർത്തിക്കൊണ്ട് സ്വപ്നത്തിൻ്റെയും അയഥാർത്ഥതയുടെയും ഒക്കെ പലതരം അടലുകളെ കൂട്ടിക്കലർത്തിയാണ് ചന്ദ്രൻ തൻ്റെ പ്രമേയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് പൊന്തന്മാട എന്നുള്ള സിനിമ എടുത്താൽ, പൊന്തന്മാടയിൽ മാട, മമ്മൂട്ടി ചെയ്യുന്ന മാട തമ്പുരാനുമായിരുന്നു, പിന്നെ അസറുദ്ദീൻ ഷാ അഭിനയിക്കുന്ന തമ്പുരാനുമായിരുന്നു രാത്രിയിൽ സംസാരിക്കുന്ന രംഗങ്ങൾ ആരംഭിച്ചത്. രാത്രി സംസാരിക്കുന്നത് മാട ഉയർന്ന ഒരു കവിഞ്ഞതാണ്. അത് തമ്പുരാനിരിക്കുന്ന മുകളിലത്തെ നിലയുടെ മുറിയുടെ അടുത്താണ്, കുറച്ചകലം. അവിടെ ഇരുന്നാണ് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത്. അത് ജീവിതത്തിൽ പ്രായോഗികമായ ഒരു കാര്യമേ അല്ല, പക്ഷേ ഈ സിനിമയിൽ സത്യമാണ്. അങ്ങനെ അവിടെ ഇരുന്ന് അതൊരു രൂപകമാണ്. നിങ്ങൾ സമൂഹത്തിൻ്റെ വർത്തമാന ചരിത്രത്തിൽ നിന്ന്, അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒക്കെ വെട്ടിമാറ്റപ്പെട്ടവനായിരിക്കും തന്നെ, നിങ്ങൾ ഒഴിവാക്കപ്പെട്ടവനായിരിക്കും തന്നെ, നിങ്ങൾ ചില കാര്യങ്ങൾ
തമ്പുരാനുമായി ഉള്ള സൗഹൃദത്തിലൂടെ സംസാരിക്കും. നിങ്ങൾ പരസ്പരം വേദനകൾ പങ്കിട്ടുണ്ട്, രണ്ടുപേരും ഒറ്റപ്പെടലിൻ്റെ വേദനകൾ. അപ്പം അതൊരു രചനാതന്ത്രമാണ് ഇങ്ങനെ. ആ സിനിമയിൽ തന്നെ അതിൻ്റെ സമാപന ദൃശ്യത്തിൽ വളരെ മനോഹരമായ ഒരു സീക്വൻസാണ്. ആ സിനിമ വീണ്ടും ഓർക്കുന്ന ആൾക്കാർക്കറിയാം. മാട അയാളുടെ സങ്കടമുണ്ട്. അവരുടെ രശ്മി എന്ന പെൺകുട്ടിയും ശരിക്കും അവരുടെ അനുഭവങ്ങൾ കൊണ്ട്, പീഡനങ്ങൾ കൊണ്ട് ഒക്കെ ഒരു മാനസിക കുട്ടിയായി മാറുന്ന ആ അവസ്ഥയാണ് അദ്ദേഹം ചെയ്യുന്നത്. അയാളുടെ ജീവിതത്തിൽ പിന്നെ അയാൾക്കൊന്നുമില്ല. അയാൾ ഒരു കമ്മിൻ തുമ്പിൽ നിന്ന് മറ്റൊരു കമ്മിൻ തുമ്പിലേക്ക് ചാടി പോയി. അതൊരു വലിയ പ്രത്യേക ദൃശ്യമാണ്. അത് പഴയ കമ്മിൻ തുമ്പുകളിൽ എങ്ങനെയാണ് അടയ്ക്ക പറിക്കുന്നതെന്ന് അറിയുന്ന ആളുകൾക്ക് അറിയുന്നു. അപ്പോൾ പുതിയ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു കമ്മിൽ നിന്ന് മറ്റൊരു കമ്മിലേക്ക് ചാടിപ്പോയി ജലാശയത്തിൽ ചാടുക. ആ ജലാശയത്തിൽ ചാടുന്നത് അതയാൾ സ്വയം ജീവിതം അവസാനിക്കും. അത് മരിക്കുകയാണ്. പക്ഷേ മാട മരിക്കാതെ വീണ്ടും ജലോപരിതലത്തിൽ ഉയർന്ന് വന്ന് നമുക്ക് അഭിമുഖമായി നീന്തി വരുന്നു. അങ്ങനെ അയാൾ നീന്തി വരുമ്പോൾ ആ ജലാശയത്തിൻ്റെ രണ്ട് കരയിലും അയാളുടെ പ്രിയപ്പെട്ടവർ നിൽക്കുന്നതായിട്ടാണ്. തമ്പുരാനെ കാണുന്നുണ്ട്. മാടയുടെ ഭാര്യയെ, മാടയെ ഉപേക്ഷിച്ച് പോയ ഭാര്യയെ കാണുന്നുണ്ട്. അപ്പം അത് ഒരു രൂപകമായി മാടമാർ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നുകൊണ്ടേയിരിക്കും എന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ മറ്റു പലതരത്തിൽ വലിയ രാഷ്ട്രീയ സംഭവങ്ങൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്നും തകർക്കുന്നുവെന്നും രവിചന്ദ്രൻ തൻ്റെ സിനിമകളിൽ നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കഥാവശേഷം എന്നുള്ള സിനിമ എടുത്താലും ഡാനി എന്നുള്ള സിനിമ എടുത്താലും ചരിത്രവുമായുള്ള നിരന്തരമായൊരു ബന്ധം. ചിലത് നേരിട്ട് ചരിത്രത്തിൻ്റെ സാക്ഷിയായി ചരിത്രത്തിൻ്റെ ആഘാതം മുഴുവൻ ഏറ്റുവാങ്ങി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോകുന്ന മനുഷ്യൻ. ഈ ലോകം ജീവിക്കാൻ കൊള്ളില്ല എന്നുള്ളത്. മറ്റു ചിലർ ഇപ്പം ഡാനിയെപ്പോലുള്ള ആളുകൾ ചരിത്രത്തിൻ്റെ ഓരോ സന്ദർഭത്തെയും അയാൾ അതിജീവിക്കാൻ നടന്നു പോകുന്നത്. പക്ഷെ അയാൾക്ക് ചരിത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് യാതൊരു ധാരണയോ യാതൊരു ബന്ധമോ ഇല്ല. പക്ഷേ ചരിത്രം അയാളെ ചുറ്റി വരിഞ്ഞ് അയാളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഡാനിയുടെയൊക്കെ ആ കഥാപാത്രം അത് പല സന്ദർഭങ്ങളിലും ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം, നെഹ്റുവിൻ്റെ പ്രസംഗം, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നെഹ്റുവിൻ്റെ പ്രസംഗം, പിന്നെ ബാബറി മസ്ജിദ് കുളിക്കുന്നത്, അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെയും ഈ മനുഷ്യൻ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ജനത എങ്ങനെയാണ് കടന്നു പോകുന്നത്, അതൊരു മലയാളി എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് കൃത്യമായി മുമ്പോട്ട് വെക്കുന്ന സിനിമകളാണ്. അതിന് മുൻകാല മാതൃകകളൊന്നുമില്ല. സമയം പറഞ്ഞാൽ 10 മിനിറ്റ്. ഈ കഥാപാത്രങ്ങൾ പലതും അധികരിക്കപ്പെട്ടവർ, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ദളിതർ, ന്യൂനപക്ഷങ്ങൾ, വിപ്ലവകാരികൾ എന്നിവരുടെ പക്ഷത്തു നിന്നാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ സൂസന്നയോ ഡാനിയോ കൊണ്ടന്മാടയോ മങ്കമ്മയോ ഒക്കെ നോക്കിയാൽ ഇവരൊക്കെ ഇതേപോലുള്ള സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഇതുണ്ട്. അവരോടാണ് ചന്ദ്രൻ സംസാരിക്കുന്നത്. അവരെയാണ് ചരിത്രവൽക്കരിക്കുന്നത്. അപ്പം വെറുതെ ഒരു ചരിത്രം പറഞ്ഞു പോകുകയല്ല ചെയ്യുന്നത്. ഒരു സന്ദർഭത്തെ ഈ കണ്ടക്ച്വലൈസ് ചെയ്ത് ചരിത്രവൽക്കരിക്കുന്നത്.
അങ്ങനെയാണ് നമ്മൾ അതിനൊരു പ്രത്യേക പാഠം, അതിൽ നിന്നൊരു പുതിയ പാഠം ലോകമുള്ളത്. നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വേറൊരു അറിവ് വരുന്നത് നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ധാരണയെ പൊടിച്ചു മാറ്റിക്കൊണ്ടാണ്. അപ്പോൾ പൊന്തന്മാടിയിൽ ഒരു ചോദിക്കുന്നുണ്ട്, വലിയ വിപ്ലവകാരികളായിട്ടുള്ള പാടത്ത് ചേറിലിറങ്ങി പണിയെടുത്ത മാടമാർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അവർക്ക് ഭൂമി കിട്ടിയില്ല. ഭൂമി കിട്ടിയത് കരയിൽ നിന്ന മേസ്തിരിമാർക്കും ചെറുകിട കർഷകർക്കൊക്കെയാണ്. കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ഭൂമി. അത് വളരെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ആ സിനിമയിൽ മാറുന്നു. അപ്പോൾ അതായത് നായികമാരെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം ഒരു ഏകാന്തരായിരിക്കുകയും ഒപ്പം തന്നെ സ്വയം പോരാളികളായിരിക്കും. ഇപ്പോൾ സൂസന്ന ആണെങ്കിലും സ്ത്രീ കഥാപാത്രം, അതിൽ സൂസന്ന എടുത്താലും പാഠമെന്ന ഒരു വിലാപത്തിലെ അലീസിയ എന്ന കഥാപാത്രമാണെങ്കിലും ആലീസിൻ്റെ അന്വേഷണത്തിലെ ആലീസൊക്കെ ആണെങ്കിലും അവർ ഇത്തരം ദുരിതങ്ങളേറ്റ് വാങ്ങുമ്പോഴും അവർ കീഴടങ്ങി പോവുകയല്ല ചെയ്യുന്നത്. അവരുടെ സ്വത്വാന്വേഷണത്തിലേക്ക് വീണ്ടും വീണ്ടും സഞ്ചരിക്കുന്നതൊക്കെ. പലപ്പോഴും ഞാനൊരു സിനിമകളിൽ സ്ത്രീപക്ഷം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഒരു സാധാരണ രീതിയിലുള്ള സ്ത്രീപക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഉദാഹരണത്തിന് സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള പുരുഷാധിപത്യപരമായ കടന്നുകയറ്റങ്ങളെയും മതപരമായ വിലക്കുകളെയും വിചന്ദ്രൻ അതിശക്തമായി ചോദ്യം ചെയ്യുന്നു. അത് പാഠമെന്ന വിലാപത്തിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നു. പിന്നെ ചന്ദ്രൻ സിനിമകൾക്ക് അതിന് ഘടനാപരമായി തന്നെ ഒരു താളം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അതിൻ്റെ ഘടനയിൽ മാത്രമല്ല, അതിൻ്റെ പ്രമേയത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ഇടവേളകളിൽ ഉപയോഗിക്കുന്ന സംഗീതത്തിൻ്റെ അത് മറ്റ് താളമൊക്കെ എങ്ങനെയാണ് ഇത് കോറിലേക്ക് ഇത് വരുന്നത്, അങ്ങനെ അതിലൂടെ സിനിമയ്ക്ക് ഒരു പുതിയ താളം എങ്ങനെയാണ് ലഭ്യമാകുന്നത്, അത് ആ താളം കേരളീയമായി മാറുന്നത് എങ്ങനെ എന്നൊക്കെ തന്നെ ഈ സിനിമകൾ വീണ്ടും വീണ്ടും കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും. സമയക്കുറവ് കൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ഞാൻ വരുന്നില്ല. ഇപ്പോൾ സൂസന്നയുടെ ഒരു കഥാപാത്രത്തെ എടുത്താണ്. ഞാൻ ഇങ്ങനെ പട്ട സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു തുടർച്ചെല്ലാം കഷ്ടപ്പെട്ടുണ്ടാവും. പലപ്പോഴും എൻ്റെ ഘടനയിൽ ഒരു പിന്നെ യാഥാർത്ഥ്യത്തിനെ മറികടക്കുന്ന ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ ഒരു എലമെൻറ്റ് എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ അണിയിലുമുണ്ട്, കൊണ്ടന്മാടയിലുമുണ്ട്, സൂസന്നയിലുണ്ട്, എല്ലാത്തിലുണ്ട്. സൂസന്ന തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിട്ട് കാണേണ്ട ഒരു തോന്നുന്നു. കാരണം സൂസന്നയിൽ വളരെ വ്യത്യസ്തവും ധീരവുമായിട്ടുള്ള കഥാപാത്രമാണ്. കാരണം ഒരു സ്ത്രീ 5 പുരുഷന്മാർ ഇവരുടെ കാമുകന്മാരാണ്. അവർ ഈ സൂസന്ന കീഴടക്കപ്പെട്ടവളായിട്ടുള്ള നിൽക്കുന്നത് അവിടെ 5 പുരുഷന്മാരുടെയും സംരക്ഷകയായിട്ടാണ്. അത് നമ്മുടെ സ്ഥാപിതമായ ഒരു സങ്കല്പത്തിന് പിന്നെ വളരെ വ്യത്യസ്തമാണ്. സാധാരണ പെട്ടതിനോടെല്ലാം തന്നെ സ്ത്രീയുടെ ഇരകളായോ അവരുടെ കണ്ണീർ കഥാപാത്രങ്ങളായോ ഒക്കെ തന്നെയാണ് എപ്പോഴും അവതരിക്കപ്പെടുന്നത്. ഇപ്പോൾ സൂസന്നയുടെ പ്രമേയം വെച്ചെടുത്ത് സാധാരണ സ്ത്രീപക്ഷ സിനിമകളുടെ സാമ്പ്രദായിക രീതിയിൽ നിന്ന് വിമുക്തമാക്കുന്നത് ഒരു പ്രത്യേക ആഖ്യാന രീതിയിലാണ്. ഒരേ സമയം 5 പുരുഷന്മാരുമായി ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീയാണ് സൂസന്ന. എന്നാൽ ഇത് കേവലം ലൈംഗികതയല്ല, മറിച്ച് പുരുഷാധിപത്യത്തിന് മേൽ അവർ നടത്തുന്ന ഒരുതരം അധികാര പ്രയോഗമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരാളായല്ല, മറിച്ച് സംരക്ഷകയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് സൂസന്ന മാറുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും വെക്കുന്നത് മറ്റേ ഞാൻ എൻ്റെ സമയം കഴിഞ്ഞു. അവിടെ ഞാൻ അത് കൺക്ലൂഡ് ചെയ്യാണ്. 15 മിനിറ്റ് 5 കൂടുതൽ വിവേചന സിനിമകൾ
നിരന്തരമായ ഒരു അന്വേഷണമാണ്. അത് ചരിത്രത്തിലേക്കും മനുഷ്യമനസ്സിലെ സങ്കീർണതകളിലേക്കും അധികാരത്തിൻ്റെ ഇരുണ്ട ഇടനാടുകളിലേക്കും നീക്കുന്നുണ്ട്. ഗതകാല സ്മരണകളെ വർത്തമാനകാലത്തെ രാഷ്ട്രീയ ബോധ്യങ്ങളുമായി കൂട്ടിയിണക്കുന്ന ആ ലാവണ്യ ശാസ്ത്രം മലയാള സഭയിൽ എന്നും ഉയരത്തിൽ നിൽക്കുന്നു.